എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ബാക്കി പ്രോബ്ലംസ് ആണ് ഇവിടെ ചെയ്യുന്നത്. അഞ്ചാമത്തെ പ്രോബ്ലം, സോൾവ് എക്സ് സ്ക്വയർ മൈനസ് 4xy മൈനസ് 2b സ്ക്വയർ ഡി എക്സ് പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4xy മൈനസ് 2x സ്ക്വയർ ഡി വൈ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ചോദ്യം എക്സാക്റ്റ് ആണോ അല്ലയോ എന്നാണ്. m ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4xy മൈനസ് 2y സ്ക്വയർ, n ഈസ് ഈക്വൽ ടു y സ്ക്വയർ മൈനസ് 4xy മൈനസ് 2x സ്ക്വയർ. Therefore, I can write rho m by rho y is equal to minus 4x minus 4y, and rho n by rho x is equal to minus 4y minus 4x. Therefore, rho m by rho y and rho n by rho x, they both are equal. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ എക്സാക്റ്റ് ആണ്. ഇനി ഇതിന്റെ സൊല്യൂഷൻ നോക്കാം. സൊല്യൂഷൻ എന്താണ്? ഇന്റഗ്രൽ m where y is constant പ്ലസ് ഇന്റഗ്രൽ n x ന് ടൈം എടുക്കണ്ട. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. സോ ഐ എം ടേക്കിംഗ് ഇന്റഗ്രൽ. ഇപ്പോൾ ഇന്റഗ്രൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. ഐ ഗെറ്റ് x cube by 3 മൈനസ് 4x square by 2 എന്ന് വരും. 4x square by 2 നമുക്ക് എങ്ങനെ എഴുതാം? ഐ ക്യാൻ റൈറ്റ് 2x square, y കോൺസ്റ്റന്റ് ആണ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് 2y square x പ്ലസ് ഇനി നമുക്ക് n-ന്റെ ടൈമിന് ഇന്റഗ്രേറ്റ് ചെയ്യണം. x-ന് ടൈം ഒന്നും എടുക്കണ്ട. സോ ഇവിടെ രണ്ട് x-ന് ടൈം ഉണ്ട്. ഇതുമൊപ്പം നമുക്ക് എടുക്കണ്ട, ഇത് മാത്രം എടുത്താൽ മതി. സോ ഇന്റഗ്രേഷൻ ഓഫ് y square is equal to y cube by 3 is equal to a constant c. ഇപ്പം നമുക്ക് ഡിനോമിനേറ്ററിൽ 3 ഉണ്ട്. നമുക്ക് ത്രൂ ഔട്ട് ഇതിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. സോ വി ഗെറ്റ് എക്സ് ക്യൂബ് മൈനസ് 6x square y മൈനസ് 6y square x പ്ലസ് y cube is equal to and another constant c1. സോ ഈ c നെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോൾ c1 കിട്ടുന്നു. അപ്പോൾ നമ്മൾ c1 എഴുതിയാലും c എഴുതിയാലും സെയിം തന്നെയാണ്, കാരണം രണ്ടും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. രണ്ടിനും ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. സോ ഇവിടെ c1 എഴുതിയാലും c എഴുതിയാലും ഒക്കെ സെയിം ആണ്. സോ ഐ ക്യാൻ റൈറ്റ് എക്സ് ക്യൂബ് minus 6xy x plus y plus y cube is equal to a constant. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് IIT ഖരഗ്പൂരിന്റെ ലെക്ചർ വീഡിയോസിൽ നിന്ന് എടുത്തൊരു ചോദ്യമാണ്. അടുത്ത ആറാമത്തെ ചോദ്യം, 2xy dx plus x square plus y square dy is equal to 0. ഇപ്പൊ m 2xy തന്നിട്ടുണ്ട്, n x square plus y square എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം ഡോ എം ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? വി ഗെറ്റ് 2x ആൻഡ് ഡോ എൻ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു വി ഗെറ്റ് 2x. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. ദെർഫോർ തന്നിരിക്കുന്ന ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്കിതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം. സോ ഇന്റഗ്രൽ ഓഫ് m എന്ന് പറഞ്ഞാൽ 2xy പ്ലസ് ഇന്റഗ്രൽ ഓഫ് n, അവിടെ x ടൈം കാണാൻ പാടില്ല. therefore y square dv is equal to c. ഈ x square എടുത്ത് കളഞ്ഞു. what's remaining is just y square. സോ ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആയിരിക്കണം. y should be constant. so we get 2x square by 2 into y. 2x square by 2 നെ എങ്ങനെ എഴുതാം? can simply write s square into y constant ആണ്, plus integral of y square, we get y cube by 3 is equal to a constant. ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ഏഴാമത്തെ പ്രോബ്ലം, സോൾവ് x plus 1 e raised to x minus e raised to y dx minus x e raised to y dy is equal to 0. ഇവിടെ m x plus 1 e raised to x minus e raised to y ആണ്. ഇതിനെ നമ്മൾ y വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. therefore we get dou m by dou y is equal to minus e raised to y and dou n by dou x is equal to, ഇവിടെ y കോൺസ്റ്റന്റ് ആണ്. therefore we get minus e raised to y. അപ്പോൾ തന്നിരിക്കുന്നത് ഇത് രണ്ടും ഈക്വൽ ആണ്. therefore തന്നിരിക്കുന്ന ചോദ്യം എക്സാക്റ്റ് ആണ്. ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ഇന്റഗ്രൽ m എന്ന് വെച്ചാൽ x plus 1 e raised to x minus e raised to y. ഇതിനെ നമ്മൾ
വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇന്റഗ്രൽ എൻ ഡി വൈ ആണ്. എന്നിനകത്ത് എക്സ് ടൈം പാടില്ല. therefore 0 dv is equal to a constant. പിന്നെ ഇന്റഗ്രേഷൻ നോക്കാം. ഇവിടെ എക്സ് പ്ലസ് വൺ ഇൻറ്റു യു റേസ് ടു എക്സ്. സോ ഇവിടെ ഇന്റഗ്രൽ യു വി എന്ന ഫോർമാറ്റ് എടുക്കുക. ഫസ്റ്റ് ടൈം ഇൻറ്റു സെക്കൻഡ് ടൈം. ഫസ്റ്റ് ടൈം എക്സ് പ്ലസ് വൺ ആയിട്ട് എടുക്കുക. therefore ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ടൈം ദാറ്റ് ഈസ് ഇ റേസ് ടു എക്സ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഈസ് 1 ഇൻറ്റു ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് ടൈം ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു വൈൻ്റെ ഇന്റഗ്രൽ. therefore we get minus x into e raised to y plus the integration 0 ആണ് equal to c. so ഇവിടെ നമുക്ക് കിട്ടും x into e raised to x plus e raised to x integral of e raised to x എന്നാണ്. therefore minus e raised to x minus x into e raised to y is equal to c. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. finally we get x e raised to x minus e raised to y is equal to c. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. എട്ടാമത്തെ ചോദ്യം. The equation py dx plus 1 plus sin square y plus cos square x dy is equal to 0 is exact, then the value of p is. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ എക്സാക്റ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. p ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം തന്നിരിക്കുന്ന വാല്യൂ എക്സാക്റ്റ് ആണെങ്കിൽ which means rho m by rho y should be is equal to rho n by rho x. ഇപ്പോൾ ഇവിടെ rho n by rho x എന്താണ്? so we get 2 cos x into minus sin x because with respect to x ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ 1 ഉം 0 ആയി പോവും, ഇതും 0 ആയി പോവും. finally we only have cos square x. അതിന്റെ ഡെറിവേറ്റീവ് ആണ് എഴുതിയിരിക്കുന്നത് 2 cos x into minus sin x. therefore rho m by rho y should be is equal to minus 2 cos x sin x or simply put minus sin 2x. അപ്പോൾ അതിന് നമുക്ക് ഈ m ന്റെ വാല്യൂ എങ്ങനെ കിട്ടും? we have to integrate. so when we integrate this time what we get is m should be is equal to, we are integrating with respect to y, therefore we get minus y into sin 2x. m ന്റെ വാല്യൂ minus y sin 2x എന്ന് കിട്ടും. if we see the equation, ഇവിടെ m ന്റെ വാല്യൂ p into y എന്ന് തന്നിരിപ്പുണ്ട്. അപ്പോൾ p യുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ p യുടെ വാല്യൂ എന്തുവായിരിക്കും? p is equal to minus sin 2x. അടുത്ത ഒൻപതാമത്തെ പ്രോബ്ലം. സോൾവ് y sin 2x dx minus 1 plus y square plus cos square x dy is equal to 0. ഇവിടെ m തന്നിരിപ്പുണ്ട്, y sin 2x ആണ്, n 1 plus y square plus cos square x ആണ്. അപ്പോൾ ആദ്യം ഇത് എക്സാക്റ്റ് ആണോ കണ്ടുപിടിക്കാം. therefore rho m by rho y is equal to y sin 2x ആണ്. with respect to y ആണ് നമ്മൾ ചെയ്യുന്നത്. therefore sin 2x. അടുത്തത് rho n by rho x. with respect to x ആണ് നമ്മൾ ചെയ്യുന്നത്. therefore ഈ ടേമും 0 ആണ്. finally we get 2 cos x into derivative of cos x that is sin x which is equal to sin 2x. ഇപ്പോൾ തന്നിരിക്കുന്ന rho m by rho y ഉം rho n by rho x ഉം ഈക്വൽ ആണ്. അടുത്ത നമുക്ക് ഇന്റഗ്രേഷൻ എടുക്കാം. so integral m that is y into sin 2x, ഇവിടെ y കോൺസ്റ്റന്റ് ആണ്, മൈനസ് ഇന്റഗ്രൽ n ന്റെ ടൈം എടുക്കുമ്പോൾ x ന്റെ ടൈംസ് വരുന്നൊക്കെ കളയുക. so we only have 1 plus y square dy is equal to constant. അപ്പോൾ ഇത് ഇന്റഗ്രേഷൻ നമുക്ക് എന്ത് കിട്ടും? we get y into sin 2x ന്റെ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ minus cos 2x ആണ്, minus cos 2x divided by 2 minus 1 ന്റെ ഇന്റഗ്രേഷൻ y square ന്റെ we get y cube by 3 is equal to a constant. ഇതാണ് ഈ ചോദ്യത്തിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത പത്താമത്തെ പ്രോബ്ലം. സോൾവ് ദ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1 plus e raised to x by y plus e raised to x by y into 1 minus x by y dy by dx is equal to 0. അപ്പോൾ ഇവിടെ എക്സാക്ട് ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ dy by dx ആണ് തന്നിരിക്കുന്നത്, which means e raised to x by y into 1 minus x by y dy എന്ന് വരും. dx എന്നുള്ള ടൈം എങ്ങോട്ടേക്ക് പോകും? ഇതിന്റെ കൂടെ വരും. ഓക്കെ, സോ ഇതിനൊക്കെ എങ്ങനെ മാറ്റി എഴുതാം? I can write 1 plus e raised to
x by y dx plus e raised to x by y 1 minus x by y dy is equal to 0 എന്ന് മാറ്റി എഴുതാം. Therefore m is equal to 1 plus e raised to x by y and n is equal to e raised to x by y into 1 minus x by y. അപ്പോൾ ഇന്റഗ്രേഷൻ എടുക്കാം. ഇന്റഗ്രേഷൻ ഓഫ് m, കാരണം ഓൾറെഡി എക്സാക്ട് തന്നിരിപ്പുണ്ട്, അപ്പോൾ നമുക്ക് അത് എക്സാക്ട് ആണോ എന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സൊല്യൂഷനിലേക്ക് പോവാം. ഇന്റഗ്രേഷൻ ഓഫ് m, that is 1 plus e raised to x by y with respect to x നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, പ്ലസ് ഇന്റഗ്രൽ n ന്റെ ടേംസ് എടുക്കുമ്പോൾ x ന്റെ ടേംസ് ആവശ്യമില്ല. ഈ തന്നിരിക്കുന്ന എല്ലാത്തിനകത്തും x ന്റെ ടേംസ് ഉണ്ട്. therefore 0 dy is equal to a constant. അപ്പോൾ അത് ഇന്റഗ്രേഷൻ എടുക്കാം. ഇന്റഗ്രേഷൻ ഓഫ് 1 എന്ന് പറയുമ്പോൾ we get x. ഇന്റഗ്രേഷൻ ഓഫ് e raised to x by y എന്ന് പറയുമ്പോൾ we get e raised to x divided by y all divided by 1 by y എന്ന് കിട്ടും. ഇത് 0 ആണ്, equal to c. Therefore the answer is x plus y into e raised to x divided by y is equal to a constant. ഇതാണ് സൊല്യൂഷൻ.